നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒക്ടോബർ 2, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. മഹാത്മാഗാന്ധി അദ്ദേഹം ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. എനിക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരാഴ്ചത്തെ സേവനവാരം. എന്നാ രസമായിരുന്നു അന്നൊക്കെ. 3-4 ദിവസം സ്കൂളുകളിലെല്ലാം എല്ലായിടവും വൃത്തിയാക്കുന്നു, പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നു. അതുപോലെ ഉച്ചക്കലത്തെ ഭക്ഷണം സ്കൂളിൽ ഉണ്ടാക്കുന്നു. അന്നത്തത് കപ്പ പുഴുങ്ങുന്നതും മുളക് കൂട്ടി കഴിക്കുന്നതും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് ഒരു പായസം വെക്കുന്നത്. എന്നാ രസമായിരുന്നു കുട്ടിക്കാലത്തെ ആ ഒരു സേവന വാരത്തെക്കുറിച്ച്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പോയി. പോകാൻ കാര്യം എൻ്റെ അനിയത്തിയുടെ മോൾ അവിടെ DJ മെഡിക്കൽ കോളേജിൽ PG ചെയ്യുമായിരുന്നു. അവള് ഞങ്ങളെ എല്ലാവരെയും അവിടെ കൊണ്ടുപോയി സബർമതി ആശ്രമത്തിൽ പോയി. അതായത് ഗാന്ധിജി 1917 മുതൽ 1930 വരെ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ പോയി അവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാൻ കണ്ടു. അവിടുത്തെ അദ്ദേഹം ചർക്ക വെച്ച് നൂൽക്കുന്നതും എല്ലാം ഇപ്പോഴും വളരെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് ആളുകളെല്ലാം, ടൂറിസ്റ്റുകളെല്ലാം വന്ന് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോയതാണെങ്കിൽ സബർമതി നദിയുടെ തീരത്തൂടെ പോയി അതൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു ഭാഗ്യം പോലെ എനിക്ക് തോന്നി. കാരണം പിന്നെ എന്നെ സംബന്ധിച്ച് അവിടെയൊക്കെ കാണാൻ പറ്റിയല്ലോ. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും എല്ലാം ഈ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു സംഭവിച്ചത്. ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ഏത് സമരത്തിനും അവിടെ നിന്നായിരുന്നു തുടക്കം. അപ്പോൾ സബർമതി ആശ്രമത്തിലോട്ട് പോകുമ്പോൾ സബർമതി നദിയുടെ തീരത്തൂടാണ് വളരെ ദൂരം ആ ഒരു നദി കണ്ടുകൊണ്ടാണ് പോകുന്നത്. അതുമെല്ലാം ഇപ്പോൾ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കിയിരിക്കുകയാണ്. നല്ല രസമാണ്. ഈ ഒരു ഒക്ടോബർ 2 ഞാൻ അതെല്ലാം ഓർക്കുകയായിരുന്നു. എന്തൊരു സന്തോഷം, നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ, എൻ്റെ സഹോദരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടാണ് അവിടെ ആശ്രമത്തിലെല്ലാം പോയി. അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതുപോലെ മോദിയും കൂടെ വന്ന് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന അവിടെ ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണയിൽ പോയി ഞാനും കുറേ നേരം ഇരുന്നു. അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ അറിയിക്കുന്നു. ലോക സമസ്ത സുഖനോ ഭവന്തു.